ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതിരുചികരമായ ഷ്രിമ്പ് പീരയാണ് ഉണ്ടാക്കുന്നത്. ഷ്രിമ്പ് പീര വെക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 പൗണ്ട് ഷ്രിമ്പാണിത്. ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ക്ലീൻ ചെയ്തതായിരുന്നു, പക്ഷേ ഞാനിത് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് ഞാനിതൊരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ചൂടുവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ ഷ്രിമ്പിൻ്റെ മധുരം അതങ്ങ് മാറുമെന്ന്. അതനുസരിച്ച് ഞാൻ 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കപ്പ് ഫ്രഷ് തേങ്ങയാണിത്, 5 ചെറിയ ചുമന്നുള്ളി, ഒരു 5 ഉണക്കമുളക്, 8 വെള്ളക്കാന്തകാരി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി, ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു 2 കഷ്ണവും പിന്നെ അതിൻ്റെ പകുതി, അങ്ങനെ ഒരു 2.5 പീസോളം ഉള്ള ഇഞ്ചിയാണ് ഞാനത് ചെറുതാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂണോളം ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു 3 ചുള കുടംപുളി, വാളംപുളിയല്ല കുടംപുളി കഴുകി കീറി ഞാൻ വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് വെള്ളം. ഇനി ഞാൻ ഇത് പീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ അരപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അരയ്ക്കുന്നത് ഞാനത് കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് അത് ഏത് പരുവത്തിലായിരിക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഈ ഇഞ്ചിയും മുളകും ഇതെല്ലാം ഒന്നിച്ചിട്ട് കുറച്ച് തേങ്ങയിട്ട് ആണ് ഞാൻ ആദ്യം ഇതൊന്ന് ചായച്ചെടുക്കത്തേ ഉള്ളൂ. കാരണം തേങ്ങ കൂടുതലുള്ളത് കൊണ്ട് ഈ ചെറിയ പാത്രത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. മീനിന് നമ്മൾ പീര ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത്. ഏകദേശം ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് അരയണം. പിന്നെ ഏകദേശം ഇതേ പരുവത്തിൽ ആയിരിക്കണം. ഇനി ഇത് ഞാൻ കറി വെക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ബാക്കി തേങ്ങയും കൂടെ ഇതുപോലെ തേങ്ങ ഒതുക്കി എടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. ബാക്കി തേങ്ങയും കൂടെ ഞാൻ അരച്ചെടുക്കാൻ അതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുന്നു. സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതും മറ്റേതുപോലെ തന്നെ നമുക്ക് ചതച്ചെടുക്കണം. ഈ അരച്ചതും കൂടെ ഞാൻ ചട്ടിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ അരപ്പിലേക്ക് ഞാൻ പുളി ആഡ് ചെയ്യുന്നു. ആവശ്യത്തിന് കറിവേപ്പില വേണം, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. നന്നായിട്ട് ഇതിൽ കറിവേപ്പില ചേർക്കാം. ഞാനൊരു 3-4 തണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇടുന്നുള്ളൂ. ഇതിനിടയ്ക്ക് ഒന്ന് നോക്കി ആവശ്യമുണ്ടെന്ന് വരികിൽ മാത്രമേ നമുക്ക് ഉപ്പ് ഇടയ്ക്ക് നോക്കാം. ഇതിലൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട്, കൈ നല്ല വൃത്തിയായിട്ട് കഴിയുന്നതാണെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഈ അരപ്പ് വേവിച്ചതിൻ്റെ ശേഷം മാത്രമേ ഞാൻ ഷ്രിമ്പ് ഇതിലിടത്തുള്ളൂ. കാരണം ഷ്രിമ്പിന് ഒട്ടും വേവില്ല. ഒരു 4-5 മിനിറ്റ് കൂടുതൽ ഒട്ടും ഇത് വേവിക്കേണ്ട. ഷ്രിമ്പിൻ്റെ നിറം ഒന്ന് പിങ്ക് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഷ്രിമ്പ് ഇടുന്നില്ല. നന്നായിട്ട് ഞെരടി ഷ്രിമ്പ് ആഡ് ചെയ്യാതെ ഈ അരപ്പ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് ഞാൻ ഷ്രിമ്പ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് സ്റ്റവിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് തിളയ്ക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി ഈ പീരയ്ക്ക് ഉപ്പോ പുളിയോ വേണമെന്ന് വരികിൽ നമുക്ക് ചേർക്കാം, വേണമെങ്കിൽ. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഷ്രിമ്പ് ചേർക്കുമ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ അരപ്പ് നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ
ഷ്രിമ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി ഞാൻ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവും പുളിയും ഒക്കെ ഉണ്ട്. പിന്നെ എരിവും പുളിയും ഒക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ കാന്തകാരി ഇല്ലെന്ന് വരിയിൽ പച്ചമുളക് ചേർത്താലും മതി. പക്ഷെ എപ്പോഴും നമ്മൾ പീരയ്ക്ക് ഇച്ചിരി ഉണക്കമുളകും കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാനിതൊരു 3-4 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് കഴിയുമ്പോൾ ഷ്രിമ്പ് പീര റെഡിയാകും. ഇനി മൂടി വെച്ച ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഇനി ഇത് വെക്കുകയില്ല. ഇപ്പോൾ ഞാൻ ഈ ഷ്രിമ്പ് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ആവശ്യത്തിന് വെള്ളം മയം നന്നായിട്ടുണ്ട്. അതുപോലെ ഷ്രിമ്പിന് ഇതുപോലെ ഈ പിങ്ക് കളർ വന്നുണ്ടെങ്കിൽ ഷ്രിമ്പ് വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിലൊട്ടും കൂടുതൽ വേവിക്കേണ്ട. ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പീരയ്ക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് ഇങ്ങനെ നമ്മൾ വെച്ചാൽ മതി. ഷ്രിമ്പ് നല്ല റെഡിയായി. മൂടി വെക്കും. ഈ ഷ്രിമ്പ് പീരയ്ക്ക് വളരെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതേ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷ്രിമ്പ് കൂടുതൽ വേവിക്കരുത്. കൂടുതൽ വേവിക്കുകയാണെന്ന് വരിയിൽ അതിൻ്റെ ഷ്രിമ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അത് റബ്ബർ പോലെയാകും. ഈ ചേരുവകൾ ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വരിയിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.